ചിത്ര വിചിത്ര ഗുപ്ത, നീ നന്നായിട്ട് ആലോചിക്കുക. നിന്റെ പ്രതിഭ തെളിയിക്കേണ്ട സമയമായിരിക്കുന്നു. യമലോകത്തിൽ നിനക്കുള്ള മതിപ്പെന്താണെന്ന് നീ അറിയാതെയാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. അഥവാ വേണ്ടി വന്നാൽ ഒരു മോഷ്ടാവിന്റെ വേഷം ധരിച്ച് നമുക്ക് ആവശ്യമുള്ളതെല്ലാം നേടാനും നമുക്കറിയാം. ധൂം തത്. ഇത് മറന്നുപോയല്ലോ ഞാൻ. മോതിരമേ, ഓ എന്റെ മോതിരമേ, മോതിരമേ, ഓ എന്റെ മോതിരമേ. സോറി സോറി. ദൈവമേ, എന്താ ഇത്? എന്താ എന്താ നിങ്ങളുടെ പ്ലാൻ? എന്താ നിങ്ങളുടെ പ്ലാൻ? രണ്ടുപേരെ തമ്മിൽ കണ്ടുമുട്ടിക്കുമ്പോ ഒന്ന് ശ്രദ്ധിക്കണ്ടേ? ഇങ്ങനെ കെയർലെസ് ആയിട്ടിരുന്ന എങ്ങനെയാ? അന്ന് അയാൾ എന്നോട് കുറെ വഴക്കിട്ടു. ശരി, ഞാനതിനൊന്നും പറഞ്ഞില്ല. പിന്നെ അയാളെ തന്നെ കണ്ടുപിടിച്ച് എന്റെ ജീവിതത്തിലെ എല്ലാ പ്രോബ്ലത്തിനും സൊല്യൂഷൻ ആയിട്ട് എന്തിനാ കൊണ്ടുവന്നേ? ഇപ്പൊ ഞാനേ ഒരു വലിയ ഓഫീസറുടെ വീട്ടിലാ നിൽക്കുന്നേ. ഒരു സെക്കൻഡിൽ നിങ്ങളുടെ ജോലി തീർപ്പിക്കാൻ പറ്റും. സൂക്ഷിച്ചോ. എന്തിനാ അങ്ങനെ പറഞ്ഞേ? വഴക്കിട്ടതും പോരാഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തേക്കുവാ. ദൈവമേ, എല്ലാ തടസ്സങ്ങളും നീങ്ങി അകത്തേക്ക് ഞാൻ വന്നു എന്ന് കരുതി. എന്റെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടിയെന്ന് കരുതി. പക്ഷെ പിന്നെ ഇങ്ങനെ പ്രോബ്ലംസ് തരുന്ന കരുതിയതേ ഇല്ല. ശരിക്കുള്ള കഥ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നീ അതിന് ക്ലൈമാക്സ് ആക്കിയല്ലോ. അയാളിന് ഇത്ര ദൂരെ വന്നപ്പോ പിന്നെ എന്തിനാ അയാളെ കാണിച്ചേ? നിനക്ക് തീർക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാ എനിക്കിന് കഷ്ടപ്പാട് തരുന്നേ? എന്താ അല്ലേ കഷ്ടപ്പാട് എന്ന് നിന്നോട് തന്നെ പിന്നെയും വന്നെന്റെ കഷ്ടപ്പാടിനെ കുറിച്ച് പറയുന്നു. എന്റെ തെറ്റാ. മിസ്സമ്മ, ഇനി എന്തോ മിസ്സമ്മ സർ, അയാളോട് അന്ന് ഞാൻ ദേഷ്യപ്പെട്ടു. അതുകൊണ്ട് ഇന്ന് ഈ വീട്ടിലെ എന്റെ ജോലി ടപ്പേന്ന് പോയി. തുണിയൊക്കെ എടുത്തു വച്ചിരിക്കുന്നു. നിന്നോട് ഇവിടുന്ന് പോകാൻ ആരെങ്കിലും പറഞ്ഞായിരുന്നോ? ഞാൻ എന്താ സർ എന്റെ അമ്മായിയമ്മയുടെ വീട്ടിലാണോ പൊട്ടു വെച്ച എല്ലാ കാര്യങ്ങളും പറയാനായിട്ട്? അയാൾ എന്നെ നോക്കിയ നോട്ടത്തിലേ എനിക്ക് മനസ്സിലായി എനിക്കിനി ഇവിടെ ജോലി ഇല്ലാന്ന്. എന്തു പറ്റി? കൊണ്ടുവന്ന തുണിയൊക്കെ തിരിച്ച് ബാഗിൽ തന്നെ വെക്കുന്ന? അല്ല മോളെ, നിന്നെ പോലെ നല്ല മനസ്സുള്ളൊരു പെൺകുട്ടിക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള എന്റെ സാറിനും എങ്ങനെ വഴക്കുണ്ടാക്കാൻ പറ്റും? വഴക്കോ? പ്രശ്നം എന്താണെങ്കിലും എന്ത് കാര്യം സർ, സംഭവിച്ച കാര്യം ഇനി മാറ്റാൻ പറ്റുമോ? അതിനൊരു പരിഹാരം കാണുമല്ലോ. എന്റെ പ്രശ്നത്തിന് പരിഹാരമേ ഇല്ല രാഘവൻ സർ. നിങ്ങൾ മാത്രമല്ല, ആ ദൈവം തന്നെ നേരിട്ട് വന്നാലും എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഞാൻ നിനക്ക് വാക്ക് തരുന്നു, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. ശരി, സാറിന്റെ ഇഷ്ടം. പക്ഷേ ഞാൻ പറയാൻ പോകുന്ന കാര്യം കേൾക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കുഴപ്പമില്ല, പറഞ്ഞോളൂ.
ഇതാണ് രാഘവൻ സാർ നടന്നത്. രാഘവൻ സാർ, രാഘവൻ സാർ, രാഘവൻ സാർ. അയ്യോ, രാഘവൻ സാർ, രാഘവൻ സാർ, രാഘവൻ സാർ, രാഘവൻ സാർ. ഒരു വാക്ക് അധികം സംസാരിക്കുന്നതേ ഏട്ടന് ഇഷ്ടമല്ല. അപ്പോഴാ ഈ പെണ്ണ് ഇത്രയും വലിയ വഴക്കുണ്ടാക്കിയത്. പിന്നെങ്ങനെയാ ഏട്ട സമ്മതിക്കുക? രാഘവൻ സാർ, രാഘവൻ സാർ, രാഘവൻ സാർ. എന്താ പറ്റിയ രാഘവൻ സാർ? എന്തിനാ അങ്ങനെ വീണേ? അദ്ദേഹത്തിന്റെ കണ്ണിൽ നോക്കി സംസാരിച്ചവന്റെ ജീവൻ അപ്പൊ തന്നെ മുകളിലോട്ട് പോയിട്ടുണ്ട്. അതറിയാം നിനക്ക്. നീ ഓവറായിട്ട് വായി തോന്നുന്നതൊക്കെ വിളിച്ച് പറഞ്ഞത് കൂടാതെ മുരുകാ, എന്റെ ഹൃദയം സ്ട്രോങ് ആയതുകൊണ്ട് എനിക്ക് താങ്ങാൻ പറ്റി. നീ ഇത് വേറെ ആരോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അത് കേട്ട പാട് ജീവൻ പകുതി പോയെന്നെ. അതാ പറഞ്ഞില്ലേ രാഘവൻ സാർ, നിങ്ങൾ മാത്രമല്ല ആ ദൈവം തന്നെ വന്നാലും എന്നെ രക്ഷിക്കാൻ പറ്റില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? അല്ല മോളെ, സംസാരിക്കുമ്പോ നിന്റെ നാക്കിന് എന്താ നിങ്ങളും കൂടുന്നേ? ഒരു പ്രാവശ്യമെങ്കിലും അദ്ദേഹം മേജറാണെന്നുള്ള സംശയം തോന്നിയില്ലേ? ആ, അതാണ് സാർ എനിക്കും മനസ്സിലാവാത്തെ. എങ്ങനെ ഞാനത് മിസ് ചെയ്തേ? സാധാരണ ഒരാളെ കണ്ട അയാൾ ആരാണെന്ന് എനിക്ക് അപ്പം മനസ്സിലാവും. എന്ത്? നീയോ കൊണ്ട ഉടനെ ആളെ മനസ്സിലാക്കാൻ? എന്റെ സാറ് പറഞ്ഞത് ശരി തന്നെയാണ്. നിനക്കൊരു പിരി ലൂസ് തന്നെ. എന്താ പറഞ്ഞേ? ഒന്നുമില്ല മോളെ. അല്ല, ഇപ്പൊ എന്ത് ചെയ്യാനാണ് തീരുമാനം? ഇനി ചെയ്യാൻ എന്താ ഉള്ള രാഘവൻ സാർ? എല്ലാം വാരിക്കട്ടെ, വന്ന വഴിയേ പോകുന്നയാ നല്ലത്. അപ്പൊ നിന്റെ അച്ഛന് വേണ്ടി സിഗ്നേച്ചർ അത്യാവശ്യമാണെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇപ്പൊ സാറിന്റെ ദേഷ്യത്തിനെ ഞാൻ ചെന്ന് സിഗ്നേച്ചർ ചോദിച്ചാ എന്നെ ഓൺ ദ സ്പോട്ട് വെടിവെച്ചു കൊല്ലും. അയ്യോ, അങ്ങനെയൊന്നുമില്ല. എന്റെ സാറിന് സെന്റിമെന്റ്സ് കുറച്ച് കൂടുതലാ. ഇല്ല, ദേഷ്യം മാത്രമേ ഉള്ളൂ. അയ്യോ, ദേഷ്യം പോലെ തന്നെ സെന്റിമെന്റ്സ് കുറച്ച് കൂടുതലുണ്ട്. ദേ നോക്ക്, നീ പോയി നിന്റെ അച്ഛന് വേണ്ടി സിഗ്നേച്ചർ അത്യാവശ്യമാണെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു നോക്ക്. നിന്റെ വിഷമം കണ്ട് സാറിന്റെ മനസ്സലിയും. നീ കണ്ടോ? മനസ്സലിയുന്ന ടൈപ്പ് അല്ല ഏട്ടൻ്റെത് രാഘവേട്ട. ഷൂട്ട് ചെയ്യുന്ന ടൈപ്പാ. ഈ പെണ്ണുണ്ടാക്കിയ പ്രശ്നത്തിന് എത്ര റിക്വസ്റ്റ് ചെയ്താലും ഒരു കാര്യമില്ല. അന്നത്തെ കാര്യം സാറിന് അറിയാഞ്ഞിട്ടാ എന്നെ കണ്ട ഉടനെ എന്നെ തോക്കെടുത്ത് വെടിവെക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ സെന്റിമെന്റ് ഒന്നും വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ വഴിക്ക് ഞാൻ പൊക്കോളാം. എന്റെ അച്ഛനെ എങ്ങനെ രക്ഷിക്കേണ്ടതെന്ന് ഞാൻ ആലോചിക്കേണ്ടത്. ശരി മോളെ, നീ വാ, നിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വാ. അയ്യോ, ഇവളിവിടെ ഉള്ളതിന്റെ ധൈര്യത്തിലായിരുന്നു ഞാൻ. പക്ഷെ ഈ പെണ്ണും കൂടി പോയി കഴിഞ്ഞോ എന്റെ കുട്ടികളെ ആര് നോക്കാനോ? മഹേശ്വരിൽ നിന്ന് ആരെ രക്ഷിക്കുക?
ഓ എപ്പോ നോക്കിയാലും ഇങ്ങനെ പേടിപ്പിക്കലാണല്ലോ നിന്റെ പണി. ആ, അതൊക്കെ പോട്ടെ, ആദ്യം കൈ ഒന്ന് കാണിച്ചേ. എന്തിനാ? കാണിക്കാനല്ലേ പറഞ്ഞേ. ഇതെന്താ ഇന്ന് ഫ്രണ്ട്ഷിപ്പ് ഡേ ആണോ? രക്ഷാബന്ധൻ. ഓ എന്റെ പൊട്ടി, ഇത് കൂടപ്പിറപ്പുകൾ തമ്മിൽ കെട്ടുന്നതാ. എനിക്കെന്തിനാ കെട്ടുന്നേ? ആർക്ക് ജനിച്ചതാന്നറിയില്ല. എനിക്ക് കൂടെപ്പിറപ്പുകളും ഇല്ല. എനിക്ക് അറിവായ പ്രായം തൊട്ടേ എന്റെ കൂടെയുള്ളത് നീയാ, തുണയായിട്ടുള്ളതും നീയാ. എന്റേതാണെന്ന് പറയാൻ എനിക്ക് നീയല്ലാതെ വേറെ ആരാ ഉള്ളത്? അതുകൊണ്ടാ ഈ ജന്മത്തിൽ അച്ഛനായാലും അമ്മയായാലും കൂടെപ്പിറപ്പാണെങ്കിലും ഫ്രണ്ട്സ് ആയാലും അതിന് എനിക്ക് എല്ലാം നീയാ. എനിക്ക് എന്ത് വിഷമം വന്നാലും നീ എന്റെ കൂടെ തന്നെ ഉണ്ടാവും എനിക്കറിയാം. നീയാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. വിടടി. വിടില്ല, ഉറപ്പായിട്ടും വിടില്ല. വിടാനല്ലേ പറഞ്ഞേ? ഞാൻ നിന്നെ വിടുകയില്ല. എനിക്കറിയാവുന്ന പ്രായം തൊട്ടേ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് നീയായിരുന്നില്ലേ? ആദ്യം ആ പെണ്ണ് ഇവിടുന്ന് പോകുന്നത് എനിക്ക് തടയണം. ഇന്നത്തോടുകൂടി അച്ഛൻ നമുക്ക് തന്ന ടൈം കഴിഞ്ഞു. നാളെ മുതൽ എല്ലാം പഴയതുപോലെ ആയിരിക്കും നടക്കുക. അതിരാവിലെ എണീക്കണം, നന്നായിട്ട് പഠിക്കണം, സമയത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്യണം. എത്ര കഷ്ടപ്പെട്ടാലും അച്ഛനെ വിഷമിപ്പിക്കരുത്. നന്നായിട്ട് പഠിക്കണം, മുൻപത്തേക്കാൾ നല്ല മാർക്ക് വേണം വാങ്ങിക്കാൻ. അതെ ചേച്ചി, ഞാൻ വീഡിയോ ഗെയിംസ് എല്ലാം കളിക്കുന്നത് കുറച്ച് പഠിത്തത്തിലും സ്പോർട്സിലും കോൺസെൻട്രേറ്റ് ചെയ്യണം. ക്ലാസ്സിൽ വെറുതെ ബഹളം ഉണ്ടാക്കി വീട്ടിൽ കംപ്ലൈന്റ് കൊടുക്കുന്നത് പോലെ ഒന്നും ചെയ്യില്ല. എത്ര ബുദ്ധിമുട്ടായാലും ക്ലാസ്സിൽ ഞാൻ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല. അമ്മ ഉണ്ടായിരുന്നപ്പോ അച്ഛന് നമ്മളെ കൊണ്ട് ഒരു പ്രോബ്ലവും ഇല്ലായിരുന്നത് പോലെ നമ്മൾ സൂക്ഷിച്ചു പെരുമാറണം. അല്ല, നമ്മൾ 3 പേരല്ലേ സംസാരിക്കുന്നുള്ളൂ. ആ ഒരു കാൻഡിഡേറ്റ് മിസ്സാണല്ലോ. ഞങ്ങള് 3 പേരും ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നു, നീ എന്താ ഇവിടെ മിണ്ടാതിരിക്കുന്നേ? അയ്യോ, എനിക്ക് ഒരു ബന്ധമില്ലാത്ത ടോപ്പിക്കാ നിങ്ങൾ സംസാരിക്കുന്നേ. അതിന്റെ ഇടയ്ക്ക് ഞാൻ വന്നിട്ട് എന്തിനാ? എനിക്ക് ഇഷ്ടമല്ലാത്ത സബ്ജക്റ്റ് ഒക്കെ പറഞ്ഞ് പ്രോമിസ് ചെയ്യല്ലേ നിങ്ങള്? ഞാൻ എന്തിനാ പ്രോമിസ് ചെയ്യണം? പറ അഞ്ജു. അമ്മയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നു. നീ ചെയ്ത തെറ്റെല്ലാം അമ്മ കവർ ചെയ്തു. ഇപ്പം നമ്മളെ കൺട്രോൾ ചെയ്യാൻ ഒരു കെയർ ടേക്കർ പോലും ഇല്ല. അച്ഛനാണെങ്കിൽ അവരോട് പോവാൻ പറഞ്ഞിരിക്കുക. സോ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. ചെയ്ത തെറ്റുകൾക്കെല്ലാം പണിഷ്മെന്റും വാങ്ങിക്കണം. ഒന്ന് സീരിയസ് ആയിട്ടിരിക്കെ. ആ സീരിയസ് ആയിട്ടിരുന്നാ നമ്മുടെ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻ കിട്ടോ? ആ കെയർ ടേക്കറിനോടുള്ള റിവഞ്ച് മിസ്സായതിന് ഞാൻ വിഷമിച്ചിരിക്കുമ്പോ പെർഫെക്റ്റ് ആയിരിക്കണം, പ്രോമിസ് ചെയ്യണം, ഓരോന്നങ്ങനെ പറഞ്ഞോണ്ടിരിക്ക. May I come in? വന്നല്ലോ മഹാറാണി, വാ. മക്കളെ, മിസ്സമ്മയോട് ഇവിടുന്ന് പൊയ്ക്കൊള്ളാൻ ഡാഡി പറഞ്ഞായിരുന്നു. പോകുന്നതിന് മുമ്പേ നിങ്ങളോട് ബൈ പറയാൻ വന്നതാണ്. അയ്യോ, ജസ്റ്റ് മിസ്. എന്താ? ഇവിടെ നിങ്ങളോടൊപ്പം നല്ലോണം എൻജോയ് ചെയ്യണമെന്നാ വിചാരിച്ച മിസ്സമ്മേ. ഡാഡി എന്നെ വല്ലാതെ വിഷമിപ്പിച്ച് കളഞ്ഞു. അഞ്ജു, ഓവർ ആക്ടിങ് ചെയ്യല്ലേ. ചില്ലായിരിക്കും ചേച്ചി, എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? അവര് പുറത്തോട്ട് പോവാൻ പോവാ, നമ്മൾ ഫ്രീ ആയില്ലേ? അങ്ങനെയല്ലേ മിസ്സമ്മേ? എന്റെ സമയം മോശം മോളെ. ഇതല്ലാതെ വേറെ എന്ത് ചെയ്യാനാ? നീ എന്ത് പറയുന്നു അത് തന്നെയാ ശരി. എന്തൊക്കെയായാലും നിങ്ങളെപ്പോലെ ക്യൂട്ടും സ്വീറ്റും ഇന്റലിജന്റും ആയ കെയർ ടേക്കറിനെ മിസ് ചെയ്യണോണ്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയല്ലേ മൈ ഡിയർ സിസ്റ്റർ?
ആൻഡ് ഹാൻസം ബ്രദേഴ്സ്. നിങ്ങളുടെ മുഖം കണ്ടാലേ അറിയാം എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന്. എനിക്കെന്തോ നമ്മൾ ഇനിയും കാണുമെന്നാ തോന്നുന്നത്. ആ ഞങ്ങളും വെയിറ്റിംഗാ. ശരി, നല്ല കുട്ടികളായിട്ടിരിക്കണേ. അന്നത്തെ പോലെ വീട് വിട്ട് പോവാനൊന്നും പാടില്ല. ഞാൻ പോയിട്ട് വരാം. പോയിക്കോ, തിരിച്ചു വരണ്ട. ആ മിസ് അമ്മ, പറഞ്ഞോ മോളെ. I will miss you, അമ്മ. അഞ്ജു, ലാസ്റ്റ് ഡയലോഗ് അടിച്ചു പൊളിച്ചു. ലാസ്റ്റ് പഞ്ച് ഡയലോഗ് അടിച്ചാ അതിന്റെ കിക്കേ വേറെ തന്നെയാ. അയ്യയ്യോ, പാവം. ജോലി തുടങ്ങി അന്ന് തന്നെ നിർത്തേണ്ടിയും വന്നല്ലോ. എന്തായാലും നിനക്ക് ഇത്ര പെട്ടെന്ന് എൻഡ് കാർഡ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതായത് നിന്റെ ബുദ്ധിസാമർഥ്യമൊക്കെ കണ്ടപ്പോ ഈ വീട്ടിൽ ഒരുപാട് കാലം ഉണ്ടാവുന്ന ഞാൻ കരുതിയെ. ഇത്ര വേഗം തിരിച്ചു പോകുന്ന ഞാൻ വിചാരിച്ചതേ ഇല്ല. നമ്മൾ എന്ത് ചെയ്യാനാ മാഡം? ഒക്കെ മുകളിലിരിക്കുന്ന ആളുടെ കയ്യിലല്ലേ. ആ തലവിധി നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. ദൈവം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആരെന്ത് ചെയ്താലും നടക്കേണ്ടത് നടക്കുക തന്നെ ചെയ്യും. ആ അതൊക്കെ ശരിയാ. എന്നാലും മഹേന്ദ്രനോട് ഒരു പ്രാവശ്യം ഒന്ന് സംസാരിച്ചു നോക്കുന്നോ? സംസാരിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല മാഡം. എന്തായാലും ഈ വീട്ടില് മാഡം സെലക്ട് ചെയ്ത ആ പെണ്ണിന് തന്നെ ജോലി കിട്ടുമെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ഞാനിവിടുത്തെ സാറിനെ മാഡത്തിനൊന്ന് കാണട്ടെ. ആ ചെല്ലു പോയി കാണ്. ഞാനെനിക്ക് പോയിട്ട് വരാം. നല്ലത് വരട്ടെ. എന്റെ മോന് കുറച്ച് ദേഷ്യം കൂടുതലാ. മറ്റൊന്നും വിചാരിക്കണ്ട. അവനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു മാറ്റവും ഉണ്ടാവില്ല. നിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റിയില്ല. ഒന്നും തോന്നല്ലേ മോളെ. അയ്യോ, അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കും എഴുതി വെച്ചിട്ടുണ്ടാവുക. ഞാൻ പോയിട്ട് വരാം. എന്നും എൻ പുലരികളിൽ ചിരിതൂകിയണയും പൊൻകണിയാണു നീ ദേവമലരേ. ഒരു 100 ജനികൾ. സിറ്റുവേഷൻ കുറച്ച് ക്രിട്ടിക്കലാണ് മോളെ. ലങ്സിൽ ഇൻഫെക്ഷൻ ഉണ്ട്. നിധിയാണു നീ പൊന്നുമകളേ. നിൻ നിദ്രയിൽ മലരിടും പൊൻകനവുകൾ നിറയെ വർണ്ണങ്ങളായി വന്നു വിരിയാ. നീലാംബരേ മിന്ന